ഇങ്ങനെയാണെങ്കിൽ അധികം താമസിക്കാതെ കേരളത്തിലൊരു പെൺ സമാധിക്കും കൂടെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. മക്കളും പൗരപ്രമുഖനും വക്കീലും കിണഞ്ഞു ശ്രമിച്ചിട്ടും നമ്മുടെ സമാധി അമ്മച്ചീനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഉള്ളൊന്ന് കണ്ടു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയാ അമ്മച്ചിയുടെ പെർഫോമൻസ്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. മൂക്കെ വെച്ചോണ്ടായിരുന്നു അച്ഛൻ സമാധിക്ക് ആവശ്യമായ കല്ല് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ മൂക്കിന് തഴമ്പ് പിടിച്ചതാട്ടോ, അല്ലാതെ അത് മുറിവൊന്നും അല്ലാട്ടോ. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പ് ഞങ്ങളെ കൊല്ലുവാണ്. അമ്മച്ചി, ഭഗവാൻ ആരെയും കൊല്ലില്ല കേട്ടോ. ഈ രീതിയിലാണെങ്കിൽ മക്കൾ അമ്മച്ചീനെ സ്ലാബിന്റെ ഇടയ്ക്ക് കയറ്റാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. There was no injury to deeper structures including skeleton. ശരീരത്തിൽ മുറിപ്പാടുകളുണ്ടായിരുന്നു. അത് എവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പൊന്നു മാധ്യമ പ്രവർത്തകരെ, നിങ്ങൾ ഇനി പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാന്നറിയാമോ, ഞാനും ആ സ്ലാവിന്റെ ഇടയ്ക്കകം കയറി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുടുംബമൊക്കെ ഉള്ളതാ. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ പറയുന്നത്. ക്ഷമിക്കട്ടോ. കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി ചെയ്യുന്നവർക്ക് മുറിക്കുന്ന ആളാണ്, വിറവ് ഈ തോളിലെടുക്കുന്ന ആളാണ്. ഈ തോളില് തൈയെടുത്ത് ചുമന്ന് ഉൾപ്പെടെ ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം. അച്ഛൻ മൂക്കത്ത് വിറകെടുത്തോണ്ട് വന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ടാന്നറിയാം അച്ഛന്റെ മൂക്കത്ത് തഴമ്പുണ്ടായത്. അച്ഛൻ മൂക്കത്ത് വിറകെടുക്കുന്നവനാണ്, അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അച്ഛൻ തോളത്ത് വിറകെടുക്കുന്നവനാണ്, അച്ഛൻ പുറത്ത് വിറകെടുക്കുന്നവനാണ്, അച്ഛൻ മുതുകത്ത് വിറകെടുക്കുന്നവനാണ്. കൂലിപ്പണി ചെയ്യുന്ന ആളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചെന്നറിയാം. വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് പിന്നെ മരം വെട്ടാറിന് പിന്നെ എന്തിനും വരില്ല. ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിലിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട്, സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. അങ്ങനെ എല്ലാവർക്കും ഒന്നും സമാധിയാവാൻ സാധിക്കില്ല കേട്ടോ. അതിന് നല്ല കഴിവുള്ള മക്കള് വേണം. മക്കള് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി മാർഗത്തിലുള്ളതാണ് സമാധി. എത്ര വർഷം കൊണ്ട് അച്ഛൻ ഈ സന്യാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് എല്ലാവരെ കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല. അത് ധ്യാനത്തിൽ ഇളയ മോൻ മനസ്സിലായി ഇനിയൊരു പിടിച്ചുനിപ്പ് അസാധ്യമാണ്. അതുകൊണ്ട് ഇളയ മോൻ ചെറിയ വായില് വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് ഈ അമ്മേനെയും കൊണ്ട് എങ്ങനെയും രക്ഷപ്പെട്ട് ഓടി രക്ഷപ്പെടണം എന്നുള്ള രീതിയിലേക്ക് പൗരപ്രമുഖനെയും കൂട്ടുപിടിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിലാട്ടോ. ഹോസ്പിറ്റലിൽ പറഞ്ഞേക്കാം, അത് കുഴപ്പമില്ല, അതൊന്നുമില്ല, ശരിയപ്പോ കൊണ്ടങ്ങമ്മയകത്ത്. പൗരപ്രമുഖൻ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അമ്മേനെയും കൊണ്ട് ഓടിച്ചു വിടുന്ന കാഴ്ച പതുക്കെ വരുന്നതാണ്. വിശ്വാസികളെത്തും. ഇന്നല്ല നാളെ വിഷയ്ക്ക് മുമ്പേ വരാം. പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം എല്ലാ വിശ്വാസികൾക്കും ഇവിടെ എത്താം. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സ്വാഗതം. അത് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും ചേട്ടന്റെ ആ മുഖത്തുള്ള ഒരു നാണം കണ്ടോ, ചേട്ടന്റെ മുഖത്തുള്ള ആ നിഷ്കളങ്കത കണ്ടോ. ചേട്ടനറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ആളുകൾ വരും, അപ്പൊ പണം കുമിഞ്ഞുകൂടും. അപ്പൊ ആ പണത്തിന്റെ ഫ്ലോയ്ക്ക് ഒരു കുറവും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് ചേട്ടന് എല്ലാ മതത്തിലുള്ള ആൾക്കാരെയും ഇങ്ങോട്ട് വിളിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഒരു മതത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ആ പണത്തിനൊരു ഫ്ലോയ്ക്ക് ചെറിയൊരു കുറവ്, സീസൺ അനുസരിച്ച് കുറവുണ്ടാവില്ലേ. ഇത് എല്ലാ മതത്തിലുള്ള ആൾക്കാരും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനറിയാം ഞാൻ ഈ കേരളം വിലയ്ക്ക് വാങ്ങാനുള്ള രീതിയിലേക്ക് എൻ്റെ ഈ കാശുണ്ടാകുമെന്ന് ചേട്ടനറിയാം. അതിനുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് ഞാനിവിടെ നടത്തിയേക്കുന്നതെന്നാണ് ചേട്ടൻ ഇതിൽ നിന്ന് പറഞ്ഞു വരുന്നത്.